Hello dear students, this is Aswin Vijayan of the English department, Zamorin's Guruvayurappan College. Writing for professional purposes 1 and 2. രണ്ട് ചാപ്റ്ററാണ് പ്രൊഫഷണൽ റൈറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അക്കാഡമിക് റൈറ്റിംഗ് എന്നുള്ള സെക്കൻഡ് സെമിസ്റ്റർ ജനറൽ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ പർപ്പസസ് എന്നാണ് ടെക്സ്റ്റിൻ്റെ ഫുൾ നെയിം. അതിൽ രണ്ടാമത്തെ ഭാഗം അക്കാഡമിക് റൈറ്റിംഗ് ആണ് പൊതുവേ ആയിട്ട് കൂടുതൽ ടെക്സ്റ്റിൽ 6 യൂണിറ്റിലും പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ റൈറ്റിംഗ് കൺവെൻഷൻസും കാര്യങ്ങളും എല്ലാം ഈക്വലി ആപ്ലിക്കബിൾ ആണ്. അക്കാഡമിക് റൈറ്റിങ്ങിലും പ്രൊഫഷണൽ റൈറ്റിങ്ങിലും ഈക്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മൾ മെക്കാനിക്കൽ കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് ടീച്ചർമാരെല്ലാവരും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലും എടുത്തു തന്നിട്ടുണ്ടാവും. ഈ യൂണിറ്റുകളിൽ അവസാനത്തെ 2 യൂണിറ്റുകളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ റെക്കോർഡിങ്ങുകളിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പോകുന്നത്. അതിൽ റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസസ് 1 എന്ന് പറയുന്ന യൂണിറ്റിൽ 4 തരം എഴുത്തുകൾ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടി വരാൻ സാധ്യതയുള്ള 4 തരം എഴുത്തുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1 is review, 2nd is case study, 3rd is a report, and the 4th is survey. You might be familiar with some of these forms of writing, but we will look at the, as you might be already familiar with, we will be looking at the technical aspect of how to write these different forms of writing. When we are required to do these different forms of writing, how do we approach them? എന്താണ് എഴുതുന്നതിന് മുൻപ് എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ഇതൊക്കെ ഈ രീതിയിൽ എഴുതുന്നത്, റിവ്യൂ എഴുതുന്നത് എന്തിന്, കേസ് സ്റ്റഡി ചെയ്യുന്നത് എന്തിന്, റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്തിന്, സർവേ ചെയ്യുന്നത് എന്തിന്, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അതിന് തയ്യാറെടുപ്പായിട്ട് എന്തൊക്കെ ചെയ്യണം, തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ആക്ച്വൽ റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, എന്ത് ഫോർമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെറ്റ് us look at the review. റിവ്യൂ 3 തരത്തിലുള്ള റിവ്യൂകളാണ് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത്. ബുക്ക് റിവ്യൂ, മൂവി റിവ്യൂ, പ്രോഡക്റ്റ് റിവ്യൂ. നമ്മൾ പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, സിനിമകൾ കാണാറുണ്ട്, പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും പുസ്തകം വായിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് വാങ്ങിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ, ഇത് നല്ല റിവ്യൂകളാണല്ലോ, നമുക്ക് വായിക്കാമെന്ന് നമ്മൾ പലപ്പോഴും തീരുമാനമെടുക്കാറുണ്ട്. പലപ്പോഴും സിനിമയുടെ കാര്യത്തിലായിരിക്കും അങ്ങനെ കൂടുതൽ. ഫേസ്ബുക്കിലും മറ്റും റിവ്യൂകൾ വായിച്ച് നിങ്ങൾ സിനിമ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്ന ആളുകളുണ്ടാവും നിങ്ങൾക്കിടയിൽ. അല്ലെങ്കിൽ റിവ്യൂകൾ ഒഴിവാക്കിക്കൊണ്ട് സ്പോയിലർ വേണ്ട, റിവ്യൂ വേണ്ട, ഞാൻ ആദ്യം സിനിമ കണ്ടിട്ട് റിവ്യൂ വായിക്കാം എന്ന് പറയുന്ന തരം ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ പൊതുവെ റിവ്യൂ വായിക്കാനുള്ള സാധ്യത കൂടുതൽ ആണ്. നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു, റിവ്യൂകൾ പലതരത്തിലുണ്ടാവാം. ഫോർമൽ ആയിട്ടുള്ള റിട്ടേൺ റിവ്യൂകളെ കുറിച്ചാണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്നതെങ്കിലും പലപ്പോഴും നമ്മളൊരു ഫോണും നമുക്ക് താല്പര്യമുള്ളൊരു ഫോൺ ഉപയോഗിക്കുന്ന ഒരു സുഹൃത്തിനെ നമുക്കറിയാമെങ്കിൽ നമ്മൾ അവരോടൊന്ന് പോയി ചോദിക്കും, എങ്ങനെയുണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ, എങ്ങനെയുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഇത് വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ നമുക്ക് തരുന്ന മറുപടിയും ഒരു തരത്തിൽ ഇൻഫോർമൽ ആയിട്ടുള്ള റിവ്യൂകളാണ്. പക്ഷേ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിയർ ആർ ഫോർമൽ റിവ്യൂസ് that are written by professionals most of the time, who have perused the book, the movie or the product and are writing an informative review for your purposes, for prospective readers, movie watchers or product users. Same thing. So as the reviewers are doing for you, here you are becoming the reviewer. If in any case you have to review a product, book or a movie, what should you be doing? That is what we are looking at in this unit. Why write reviews? എന്തിനാണ് റിവ്യൂ എഴുതുന്നത്? ആസ് എ റിവ്യൂവർ വി നോ ദാറ്റ്, ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു എന്തിനാണ് നമ്മൾ റിവ്യൂ വായിക്കുന്നത് എന്ന് പറഞ്ഞു. സോ ദാറ്റ് വി മേക്ക് എൻ ഇൻഫോംഡ് ഡിസിഷൻ. വി ക്യാൻ ഡിസൈഡ് വെദർ വി വാണ്ട് ടു യൂസ് എ പ്രോഡക്റ്റ് or not, or read a movie or read a book or not, watch a movie or not. So
we are informed before we spend our money. We make the decision to spend our money based on other people's experiences and their reviews. But what is the advantage for a reviewer? എന്തിനാണ് reviewers ഈ പണിക്ക് ഇറങ്ങുന്നത്? There are several advantages, especially for students like you, in writing reviews. Some of them are the ability to analyze content. ഒരു പുസ്തകം വായിച്ച് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ കണ്ട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൊത്തമായിട്ടുള്ള ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിശകലനം ചെയ്യുവാൻ നമ്മൾക്ക് ഒരു ട്രെയിനിങ് ലഭിക്കുന്നു. അനാലിസിസ്, വിശകലന ശേഷി, അത് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. ആൻഡ് സ്കിൽ ഫോർ അനലൈസിങ് കണ്ടന്റ് ഓഫ് എ ബുക്ക് ഓർ എ മൂവി. ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് എ റിവ്യൂ. രണ്ടാമത്തേത് എബിലിറ്റി ടു ക്രിട്ടിക്ക്. ഒരു കാര്യത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചൂണ്ടിക്കാണിച്ച് അത് നല്ലതോ ചീത്തയോ എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റിൽ എത്തുവാനുള്ള കഴിവാണ് ക്രിട്ടിക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും ഒരുപോലെ ചൂണ്ടിക്കാണിക്കാൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ പല വിധത്തിലുള്ള ഭാഷ ഉപയോഗം നമ്മൾക്ക് റിവ്യൂവിൽ നടത്തേണ്ടി വരുന്നു. അങ്ങനെ ഓരോ സന്ദർഭത്തിനും ഉചിതമായ ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നതിനുള്ള ഒരു ട്രെയിനിങ്ങുമാണ് റിവ്യൂ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിവ്യൂ എഴുതുന്നതിലൂടെ ആ പ്രൊഫഷണൽ റൈറ്റിങ്ങിൽ നമുക്ക് വേണ്ടുന്ന വൊക്കാബുലറി, വാക്കുകൾ, ഉപയോഗിക്കേണ്ടുന്ന വാക്കുകൾ, കൃത്യമായ സ്ഥലത്ത് കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് റിവ്യൂകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ഒരു റിവ്യൂ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് എ ബുക്ക്, പ്ലേ, ആർട്ട്, ഫിലിം, പ്രോഡക്റ്റ് ഓർ സർവീസ്. റിവ്യൂ പല കാര്യങ്ങളെ കുറിച്ചുമാകാം. പുസ്തകത്തെ റിവ്യൂ ചെയ്യാം, ഒരു നാടകത്തെ റിവ്യൂ ചെയ്യാം, ഒരു കലാപ്രദർശനത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യാം, സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യാം, ഒരു വസ്തു അല്ലെങ്കിൽ സേവനത്തെക്കുറിച്ചും നമുക്ക് റിവ്യൂ എഴുതുവാൻ സാധിക്കും. നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക, ഫുഡ് ആരെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്താൽ അവർക്ക് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ടാക്സി വിളിച്ചു പോരുമ്പോൾ ഊബറോ ഓലയോ പോലെയുള്ള സർവീസുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെയും റേറ്റിംഗ് നിങ്ങൾ കൊടുക്കണം. അതൊരു തരം റിവ്യൂ സിസ്റ്റമാണ്. നിങ്ങൾ അതേപോലെ തന്നെ സർവീസ് ചെയ്യുന്നതിലും റിവ്യൂ ചെയ്യുന്നത് വേറൊരു. സെമിസ്റ്ററിൻ്റെ അവസാനത്തിൽ ചിലപ്പോൾ നിങ്ങളോട് ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ പെർഫോമൻസ് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ പലതരത്തിലുള്ള റിവ്യൂകളാണ്. ക്രിട്ടിക്കൽ അനാലിസിസ്, ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ ക്രിറ്റിസിസത്തിനുള്ള സ്കോപ്പില്ല. പക്ഷെ അനാലിസിസ്, ഒരാളെ നിങ്ങൾക്ക് എന്തായിരുന്നു അനുഭവം എന്നുള്ളത് നിങ്ങൾ റിവ്യൂ ചെയ്യണം. പക്ഷെ വിശദമായ ഒരു റിവ്യൂ എഴുതുന്ന സമയത്ത് യു ആർ ക്രിട്ടിക്കലി അനലൈസിങ് any of these things, a book, play, art, film, product or service. ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു അനുഭവത്തെ മനസ്സിലാക്കുകയും വിശദമായി അതിനെ പഠിക്കുകയും അതിൻ്റെ ഗുണദോഷ വശങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് റിവ്യൂവിൻ്റെ ഉദ്ദേശം. എന്തിനൊക്കെയാണ് ഒരാൾ റിവ്യൂ എഴുതുന്നത്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നിങ്ങൾക്ക് റിവ്യൂ എഴുതേണ്ടി വരാൻ സാധ്യതയുള്ളത്? വെൻ ആൻഡ് വെയർ. ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ പ്രൊഡക്റ്റ് ടെസ്റ്ററായിട്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യേണ്ടി വരാം. മറ്റ് പ്രൊഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കമ്പനിയിൽ അത് ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ളതിന് ഇൻറ്റേർണലായിട്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ റിവ്യൂസ് ചെയ്യേണ്ടി വരാം. പലതരത്തിൽ നിങ്ങളുടെ ഏത് മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് പ്രൊഡക്ട്സ്, സർവീസസ്, ഈവൻ ആർട്ട് വർക്കിനെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. പത്രങ്ങളിൽ പ്രവർത്തിക്കാൻ പോവുകയാണെങ്കിൽ, ജേർണലിസം അങ്ങനെയുള്ള ഫീൽഡുകളിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീലാൻസറായിട്ട് പോലും നിങ്ങൾക്ക് പലപ്പോഴും പത്രങ്ങൾക്കോ മറ്റു മാധ്യമങ്ങൾക്കോ വേണ്ടി, ലിറ്റററി മാധ്യമങ്ങൾക്കോ വേണ്ടിയൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും റിവ്യൂ ചെയ്യേണ്ടി വരും. പുസ്തകങ്ങളോ സിനിമയോ മറ്റും റിവ്യൂ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പുതിയൊരു വെന്യൂ എന്നുള്ളത് പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഫ്രീലാൻസിങ് അങ്ങനെയുള്ള അവസരങ്ങൾ ഉള്ളത് കൊണ്ട് ബ്ലോഗുകളിലും പ്രൈവറ്റ് വെബ്സൈറ്റുകളിലും ഒക്കെ റിവ്യൂ ചെയ്യുവാനുള്ള അവസരങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.
പുസ്തകം റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്തുടരേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കൈവശമാക്കുകയും അത് വിശദമായി വായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വായിച്ച ശേഷം അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും കുറിച്ചിടുക. When you have to read the book carefully and you have to note down whatever impressions that you have while you are reading the book. And then before starting to write your review, you have to research the author. If the author is not someone whom you are familiar with, ഒരു എഴുത്തുകാരൻ്റെ വർക്ക് നിങ്ങൾക്ക് മുൻപ് പരിചയമില്ലെങ്കിൽ അയാളുടെ എഴുത്തിനെ കുറിച്ചൊരു റിവ്യൂ ചെയ്യുന്ന സമയത്ത് മുൻപ് അയാൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ എന്താണ്, അവയുടെ സ്വഭാവം എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നത്. വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, വായനക്കാരൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻട്രോ ആദ്യം കൊടുക്കേണ്ടതുണ്ട്. ഇൻട്രൊഡക്ഷൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം, അറസ്റ്റിംഗ് ഇൻട്രോ. ഇതിനുശേഷം എന്തൊക്കെ വിഷയങ്ങളാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളത് റിവ്യൂവിൻ്റെ കണ്ടന്റിൽ പ്രധാനമായിട്ടും ചേർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നോവലോ കഥകളോ പോലെയുള്ളതാണെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ഈ കഥകൾ സംഭവിക്കുന്നത് എന്നുള്ളതും, ആരൊക്കെയാണ് ഈ കഥകളിലെ കഥാപാത്രങ്ങളെന്നും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പ്രധാനമായും. ഒരിക്കലും സ്പോയിലറുകളില്ലാതെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂ വായിക്കുന്ന ആൾക്ക് പുസ്തകം വായിക്കാൻ യാതൊരു പ്രചോദനവും ഉണ്ടാകില്ല. അപ്പോൾ വാട്ട് യു നീഡ് ടു ബി കെയർഫുൾ ഈസ് അബൌട്ട് ഗിവിങ് ഇനഫ് ഇൻഫർമേഷൻ വിതൗട്ട് ഗിവിങ് എവേ ടു മച്ച്. ആവശ്യത്തിന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ട്, എന്നാൽ കൂടുതൽ ആവശ്യത്തിലധികമായി ഒന്നും പറയാതെ വേണം റിവ്യൂ ചെയ്യാൻ. പിന്നെ ആ പുസ്തകത്തിൻ്റെ സ്റ്റൈൽ, എഴുത്തുകാരൻ്റെ എഴുത്ത് രീതിയെക്കുറിച്ചും എങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം നിങ്ങൾ അഭിപ്രായം പറയണം. കാരണം വായനക്കാരന് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു റിവ്യൂ വായിച്ച് പുസ്തകം വായിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഇതൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. എന്ത് വിഷയത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്, ഏത് കാലഘട്ടത്തിലാണ്, എന്തൊക്കെ തരത്തിലുള്ള കഥാപാത്രങ്ങളാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു രേഖ, അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് ഈ കഥാകൃത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ റിവ്യൂവിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പുസ്തക റിവ്യൂവിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഒരിക്കലും മറക്കാതെ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ടൈറ്റിൽ. ഏത് പുസ്തകമാണോ നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത് അത് ആദ്യം തന്നെ വ്യക്തമായി രേഖപ്പെടുത്തണം. ആരാണ് അത് എഴുതിയിരിക്കുന്നത്, പ്രസാധകരാരാണ്, ഏത് വർഷമാണ്, ഏത് ദിവസമാണ്, ഏത് മാസമാണ്, എത്രത്തോളം കൃത്യമായ ഡീറ്റെയിലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രയും കൃത്യമായ ഡീറ്റെയിലുകൾ നൽകേണ്ടതാണ്. ഫോർമാറ്റ്, ഇതിപ്പോൾ പ്രിൻ്റഡ് ഫോർമാറ്റിലാണോ അവൈലബിൾ ആയിട്ടുള്ളത്, കിൻഡിൽ ഫോർമാറ്റിലാണോ അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള വിവരങ്ങളും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പേപ്പർ ബാക്ക്, ഹാർഡ് ബാക്ക്, ഇ ബുക്ക്, അങ്ങനെ ഏത് ഫോർമാറ്റിലാണ് പുസ്തകം അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സൂചിപ്പിക്കണം. പ്രൈസ്, എത്ര വില വരും? വായനക്കാരൻ പലപ്പോഴും ഒരു പുസ്തകം വാങ്ങണമോ എന്ന് തീരുമാനിക്കാൻ പല വായനക്കാർക്കും പ്രചോദനമാകുന്നത്, ഇത്രയും കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകം ഇത്രയും ചീപ്പായിട്ട് അവൈലബിൾ ആണെങ്കിൽ ഞാൻ വാങ്ങാം, അല്ലെങ്കിൽ അയ്യോ ഈ വിവരങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു വിഷയം സംസാരിക്കുന്ന ഈ പുസ്തകം എത്ര വില കൊടുത്ത് ഞാൻ വാങ്ങുന്നില്ല. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും വായനക്കാരനെ പ്രചോദിപ്പിക്കുന്നത് വില ആണ്. വില ഒരു ഘടകം തന്നെയാണ്. പിന്നെ എത്ര പേജുകൾ ഉണ്ട് പുസ്തകത്തിൽ എന്നുള്ളതും കൂടി സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വായനക്കാരൻ്റെ അവരുടെ വായനയുടെ ലെവൽ അനുസരിച്ച് പുസ്തകം തിരഞ്ഞെടുക്കുന്നതിന് കൂടി സഹായിക്കുന്ന ഒരു ഘടകമാണ് പേജ് നമ്പർ എന്ന് പറയുന്നത്. സോ ടൈറ്റിൽ, ഓതേഴ്സ് നെയിം, പബ്ലിഷർ, date of publication, format in which the book is published, and what the price is of the book and how many pages the book runs up to. മൂവി റിവ്യൂ ആണെങ്കിലും ഒരുപാട് വ്യത്യസ്തമല്ല. പുസ്തക റിവ്യൂവിൽ ചെയ്യുന്നത് പോലെ തന്നെ പുസ്തകം വായിക്കുന്നതിന് പകരം സിനിമ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് സിനിമ റിവ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സിനിമ കാണണം, സിനിമ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് അത്യാവശ്യം വേണ്ടുന്ന അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയ ശേഷം എന്താണ് മറ്റ് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള മറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഡയറക്ടർ ആരാണ്, ഡയറക്ടർ, മറ്റ് പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ
മൂവി റിലീസ് ചെയ്ത തീയതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റേണലായിട്ട് റിസർച്ച് ചെയ്ത് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം ഒരു മൂവി റിവ്യൂ ചെയ്യുമ്പോൾ താഴെ പറയുന്ന ഘടകങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കണം. Compulsory things to be included. One, again, just like a book title, you need to give the title of the movie. You need to, while we said the action of the book is talked about, here we have to talk about the summary of the story, what the plot is. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചന. Once again, you shouldn't spoil the movie for the reader of the review, but you should rather introduce and create an intrigue in the minds of the review reader. സിനിമ കാണാൻ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ, ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് നല്ലതാണ്. ഇതിന് വളരെ രസകരമാണല്ലോ ഇതിൻ്റെ പ്ലോട്ട് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് നല്ലതായിരിക്കും. ഡയറക്ടർ ആരാണ് എന്നുള്ളത് വിവരം നൽകേണ്ടതുണ്ട്. റിവ്യൂ ചെയ്യുന്ന സമയത്ത് എഴുത്തുകാരൻ്റെ പേര് കൊടുക്കുന്നത് പോലെ ഡയറക്ടറുടെ പേരാണ് നമ്മളിവിടെ തീർച്ചയായിട്ടും കൊടുക്കുന്നത്. മറ്റ് ക്രിയേറ്റീവ് എലമെൻറ്റുകൾ, എന്ത് തരം കോസ്റ്റ്യൂമുകളാണ്, കളറുകളാണ്, എന്ത് തരം സൗണ്ട് എഫക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്, ക്യാമറ വർക്ക് എങ്ങനെയാണ്, ഇതൊക്കെയാണ് സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ. ഇത് എന്തിനാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നത്, ഇതിലേതെങ്കിലും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അതോ സാധാരണ പോലെ തന്നെയാണോ, അതോ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പുതുമകളുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇത് വായിക്കുന്നയാൾക്ക് കഥയെക്കുറിച്ച് കൂടുതൽ അറിയാതെ തന്നെ ആ സിനിമയിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുവാൻ സാധിക്കുന്ന ഇൻഫർമേഷനാണ് ഈ പറഞ്ഞവയെല്ലാം. അതോടൊപ്പം തന്നെ സിനിമയിൽ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആക്ടേഴ്സാണ്. എങ്ങനെയാണ് അവർ ഇത് അവതരിപ്പിക്കുന്നത്. സിനിമയിൽ ബുക്കിൽ സ്റ്റൈൽ എന്ന് പറയുന്നിടത്താണ് ക്രിയേറ്റീവ് എലമെൻറ്റ്സ് എന്ന് ഇവിടെ പറയുന്നത്. ഒരു സിനിമ എടുക്കുന്നതിൻ്റെ സ്റ്റൈൽ തന്നെയാണ് ഈ ക്രിയേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗം. പക്ഷെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് യുണീക്ക് ടു സിനിമ. എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ, പുസ്തകത്തിൽ കഥാപാത്രങ്ങളാണെങ്കിൽ സിനിമയിൽ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടീനടന്മാരുണ്ട്. അവരുടെ ആദ്യത്തെ സിനിമയാണോ, അവരെങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്, നന്നായിട്ടുണ്ടോ, മോശമായിരുന്നു, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് അവരുടെ പ്രകടനം വളരെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മൂവി റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തികച്ചും വ്യത്യസ്തമാണ്. സിനിമയോ പുസ്തകവുമാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലിറ്റററി ആക്ടിവിറ്റിയാണ്. നമ്മൾക്ക് സാഹിത്യവും കലയുമായി ബന്ധപ്പെട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ സിനിമ റിവ്യൂ, മൂവി റിവ്യൂ എന്ന് പറയുന്നത്. ബട്ട് പ്രോഡക്റ്റ് റിവ്യൂ ഈസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഹാസ് എ വെരി ഡിസ്റ്റിങ്ക്റ്റ് പേർപ്പസ്. ടു ഷെയർ യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് എ പ്രോഡക്റ്റ്. ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു സർവീസിനെ കുറിച്ച് ആവശ്യമായ വിവരം വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ഒരു വസ്തു സെയിൽസിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്, പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഫോർ സെയിൽസ്, ഫോർ ഇൻക്രീസിങ് സെയിൽസ് ഇസ് എ വെരി സ്പെസിഫിക് purpose of a product review. While increasing sales of a book or film might happen with a review, a product review is exclusively for that purpose. It has to promote the product that it is talking about. Does not mean that you cannot talk about the negative aspects of a product. ഒരു പ്രോഡക്റ്റിന് നല്ലത് മാത്രം പറയണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ നല്ലതും ചീത്തയും പറയുന്ന സമയത്തും ഈ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് റിവ്യൂ എഴുതുന്നത് എന്നുള്ളത് എഴുതുന്നയാൾ ഓർത്തിരിക്കേണ്ടതാണ് എന്ന് മാത്രം. ബിൽഡിംഗ് റൈറ്റിംഗ് പോർട്ട്ഫോളിയോ. പ്രോഡക്റ്റ് റിവ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എഴുതുന്നയാൾക്കുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനത്തെ എഴുതുന്നത്, നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ റൈറ്റിംഗ് സ്കിൽസ് ഏത് ലെവലിലാണ് എന്നുള്ളത് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് മറ്റാരെങ്കിലും നിങ്ങളുടെ പഴയ റൈറ്റിംഗ് സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ റൈറ്റിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊഫഷണൽ റൈറ്റിംഗ് നിങ്ങൾ മുൻപ് ഏർപ്പെട്ടിട്ടുണ്ട് എന്നും അതിൻ്റെ സാമ്പിളായിട്ടും പ്രോഡക്റ്റ് റിവ്യൂസ് അയച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് തെളിയിക്കാൻ സാധിക്കും, പുതിയൊരു എംപ്ലോയർക്കും മറ്റും തെളിയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രോഡക്റ്റ് റിവ്യൂവിന് നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇസ് ടു റിസർച്ച് ദ പ്രോഡക്റ്റ്. എന്താണ് പ്രോഡക്റ്റ് എന്നും അതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും നിങ്ങൾ ആദ്യം തന്നെ റിസർച്ച് ചെയ്ത് വെക്കേണ്ടതാണ്.
റീഡ് മാനുഫാക്ചറേഴ്സ് വെബ്സൈറ്റ്. അത് ആരാണോ മാനുഫാക്ചർ, ആരാണോ ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, അവരതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ പുറത്തിറക്കിയിട്ടുള്ളത്, വെബ്സൈറ്റിലായിരിക്കാം, അവരുടെ ഒഫീഷ്യലായിട്ടുള്ള വീഡിയോസ്, ഇപ്പോൾ യൂട്യൂബിലും മറ്റും പ്രൊമോഷണൽ വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രോഷറുകളും മറ്റും ഉണ്ടാകാം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ ലഭിക്കാമോ അതൊക്കെ കളക്ട് ചെയ്യേണ്ടതും ഉണ്ട്. മൂന്നാമതായിട്ട് പ്രോഡക്റ്റ് വാങ്ങുക എന്നുള്ളത്, വാങ്ങുകയോ ഒബ്റ്റെയിൻ ചെയ്യുക, മറ്റൊരു രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്യുക. റിവ്യൂവേഴ്സിന് പലപ്പോഴും റിവ്യൂ ചെയ്യുവാനായിട്ട് ഒരു സാമ്പിൾ ഒക്കെ അയച്ചു കൊടുക്കുന്ന കമ്പനികളുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പ്രൊക്യൂർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വായനക്കാർ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈസ് ഓഫ് യൂസ്, എത്ര എളുപ്പമുണ്ട് ഉപയോഗിക്കാൻ. രണ്ടാമത്തത് ക്വാളിറ്റി, എത്ര ക്വാളിറ്റിയുള്ള സാധനമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റിവ്യൂ ചെയ്യാനുള്ളത്. സ്യൂട്ടബിലിറ്റി, ഓരോ തരം പ്രോഡക്റ്റ് യൂസേഴ്സിന്, ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ പലതരം മൊബൈൽ ഫോണുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്റ്റുഡൻസിന് ആവശ്യമുണ്ടാകുക ഒരു തരത്തിലുള്ള മൊബൈൽ ഫോൺ ആയിരിക്കും. ടെക്നിക്കൽ പ്രൊഫഷനുകളിലുള്ളവർക്ക് വേറൊരു തരം മൊബൈൽ ഫോൺ ആയിരിക്കും ആവശ്യമുണ്ടാകുക. ഇങ്ങനെ ഓരോ യൂസറിനും ഡിഫറെൻറ്റ് സ്യൂട്ടബിലിറ്റി ആയിരിക്കും പ്രോഡക്ട്സുമായിട്ട് ഉണ്ടാകുക. അതും നമ്മൾ കൃത്യമായി തന്നെ കൺവേ ചെയ്യേണ്ടതുണ്ട്. അതേഴ്സ് എക്സ്പീരിയൻസ്, നിങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മറ്റാളുകൾ ഉപയോഗിച്ചതിൻ്റെ അനുഭവക്കുറിപ്പുകളും ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മറ്റാളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ അവർക്ക് അനുഭവം ഉണ്ടായി എന്നുള്ളതൊക്കെ ഈ പ്രോഡക്റ്റ് റിവ്യൂ വായിക്കുന്ന ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. പ്രോസ് ആൻഡ് കോൺസ്, എന്തൊക്കെയാണ് ആ പ്രോഡക്റ്റിൻ്റെ ഗുണവശങ്ങൾ ദോഷവശങ്ങൾ എന്നും കൃത്യമായി പറയണം. ഇതല്ലാതെ മറ്റ് ആൾട്ടർനേറ്റീവുകൾ ഏതൊക്കെ മാർക്കറ്റിലുണ്ട്, what are the other products that are similar to the product that you are reviewing that are available in the market, and if this product that you are reviewing is better or worse than other products, or is it comparable at all with the other products that are available as alternatives. And finally, one of the most important questions is it worth the money? This is something a reader of a product review will be asking. So product review has a very set format, very easy to follow format that you need to understand. The first thing that you need to give is an introduction. Introduction and conclusion is standard affair. രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ള. ഇൻട്രൊഡക്ഷനിൽ വായനക്കാരൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക, കൺക്ലൂഷനിൽ വായനക്കാരനെ അത് ഓർത്തിരിക്കുന്ന പോലത്തെ സന്ദേശം. ഇത് റിവ്യൂ മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും അത് വായനക്കാരൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുവാനുള്ള തരത്തിൽ ഉള്ള സന്ദേശമാണ് അവസാനം കൺക്ലൂഷനിൽ നൽകേണ്ടത്. ഈ ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ ഫോർ ഫസ്റ്റ് ടൈം യൂസേഴ്സ്, പുതിയതായ ഒരാൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ആദ്യമായി മൊബൈൽ ഫോൺ വാങ്ങുന്നയാൾ എന്നുള്ള രീതി, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ അധികം പരിചയമില്ലാത്ത ഒരാൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെയാണ് അയാൾ അറിഞ്ഞിരിക്കുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് അത്ര ഫെമിലിയർ അല്ലാത്ത, റിവ്യൂകൾ അങ്ങനെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളല്ലെങ്കിൽ അവർക്ക് ആദ്യം മുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ആ ഇൻഫർമേഷനാണ് ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഫസ്റ്റ് ടൈം യൂസേഴ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നത്. അതിനുശേഷം ഇൻഫർമേഷൻ ഫോർ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സ്, സംബഡി ഹു നോസ് അബൌട്ട് ദ പ്രോഡക്റ്റ്. മൊബൈൽ ഫോൺ ആണെങ്കിൽ സ്ഥിരമായി മൊബൈൽ ഫോണിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന, അല്ലെങ്കിൽ അത് ധാരാളമായി വായിക്കുന്ന തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് റിവ്യൂ വായിക്കുമ്പോൾ അവർക്കും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പ്രോസസ്സിങ് കപ്പാസിറ്റി, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള നമ്പേഴ്സ്, കാര്യങ്ങൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പ്രോഡക്റ്റ്, വാട്ട് ദേ ക്യാൻ എക്സ്പെക്ട് ഫ്രം ദ പ്രോഡക്റ്റ്. അപ്പോൾ you have to cater to both the first time users and the experienced customers. Then you give a product description. എന്താണ് പ്രോഡക്റ്റ്, അത് അതിൻ്റെ കാണാൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് ഗുണഗണങ്ങൾ എന്നുള്ളതൊക്കെ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം, ഡിസ്ക്രൈബ് ചെയ്ത ശേഷം, you also have to talk about a balanced judgment. You have to tell the reader that these are the advantages of this particular product, these are the disadvantages of the particular product. You should not go heavily on either aspect.
എല്ലാം നല്ലതാണെന്നും എല്ലാം മോശമാണെന്നും പറയാൻ പാടുകയില്ല. രണ്ട് ആസ്പെക്റ്റും നമ്മൾ ശ്രദ്ധിച്ച് പറയണം എന്നുള്ളതാണ് പൊതുവെ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വിശദീകരണം നൽകേണ്ടതുണ്ട്. യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. ഒരു പ്രത്യേക ഗുണമുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായി വായനക്കാരന് മനസ്സിലാകും. ഇറ്റ്സ് നൈസ് ഗെയിമിംഗ് ഫോൺ, ഗെയിമിങ്ങിന് നല്ല ഫോണാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസാണ് അത് ഗെയിമിങ്ങിന് അതിനെ സഹായിക്കുന്നത്? ബെസലിൻ്റെ, ബിക്കോസ് ദ ബെസൽ ഇസ് വെരി ദർ ഇസ് barely any bezel, so you have the fully immersive experience. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഫോൺ റിവ്യൂവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഗെയിമിംഗ് ഫോണാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസൽ സ്പേസ് കുറവാണെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ഫുള്ളി ഇമേഴ്സീവ് എക്സ്പീരിയൻസ് യൂസർക്ക് കിട്ടും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അല്ല മറിച്ചുമായിട്ട് ഇപ്പോൾ ഒരു ഫോൺ ഇറ്റ്സ് വെരി a phone that claims to have a high battery backup, 5000 mAh battery, has good backup. But you can also talk about the disadvantage that it comes along with, right? Maybe it overheats, or maybe sometimes it can get bulky. The entire frame of the phone itself can get bulky. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, details, explanations കൊടുക്കണം. You can't just say something. You have to explain what you are saying. അവസാനമായിട്ട് ചെയ്യേണ്ടത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ്, നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞ ശേഷമാണ് നിങ്ങൾ റിവ്യൂ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഇത്രയൊക്കെയാണ് റിവ്യൂകളിൽ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള കാര്യങ്ങൾ. ഒരു തരത്തിലുള്ള പ്രൊഫഷണൽ റൈറ്റിങ്ങിനെ കുറിച്ച് കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. കേസ് സ്റ്റഡിയാണ്. റിവ്യൂകൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സാധനമാണ്. നിങ്ങൾ ധാരാളമായിട്ട് റിവ്യൂകൾ വായിച്ചിട്ടുണ്ടാകാം, ചിലരെങ്കിലും 1-2 റിവ്യൂകൾ സ്വയം ചെയ്തിട്ടും ഉണ്ടാകാം. പക്ഷെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങളിൽ വളരെ ചുരുക്കം പേരെ ചിലപ്പോൾ പരിചിതമായിട്ടുണ്ടാകും. കേസ് സ്റ്റഡികൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. Case studies are stories presenting realistic, complex and contextually rich situations involving a problem or conflict that a character or a set of characters must negotiate. Case study എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കഥയാണ്. ശരിക്കും സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇറ്റ് ഷുഡ് ബി കോംപ്ലെക്സ് ആൻഡ് കോണ്ടെക്സ്ച്വലി റിച്ച് സിറ്റുവേഷൻ. കോംപ്ലെക്സ് ആൻഡ് കോണ്ടെക്സ്ച്വലി റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് വെറുതെ പറഞ്ഞാൽ പോരാ, ആ പ്രശ്നം ഏത് സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനിയാണ്, ആ കമ്പനിയുടെ സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് നിങ്ങളുടെ പ്രോബ്ലം. ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. ഇൻവോൾവിങ് എ കേസ് സ്റ്റഡി ഈസ് എ സ്റ്റോറി ഇൻവോൾവിങ് എ പ്രോബ്ലം ഓർ കോൺഫ്ലിക്റ്റ്. ഈ പ്രോബ്ലമാണ് ഇപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് സെയിൽസ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കോണ്ടെക്സ്ച്വലി റിച്ച് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുക? യു ഹാവ് ടു ഹാവ് ദ ഇൻഫർമേഷൻ. If you have to actually solve that problem, you have to have the information including why the sales are dropping, what the product actually is, what are the competitors doing, how are the sales of the other competing producers of the same product performing, how are they performing. All this information is necessary for you to actually present the solution for this particular problem. So you imagine yourself as a character or a set of characters, like say a company or the sales department of this company that is sinking. So you have to try and solve this problem. ഈ ഒരു മെത്തേഡ് പൊതുവെ ഉപയോഗിക്കുന്നത് മെഡിസിൻ, ലോ, ബിസിനസ് പോലെയുള്ള മേഖലകളിലാണ്. ഞാൻ ബിസിനസ്സിൽ നിന്നുള്ള ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞത്. ഈ മേഖലകളിൽ പലപ്പോഴും പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടും വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, പഠിച്ചിട്ടുള്ള തിയറിയും അത് എങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനുകളിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോലെയായിട്ട് കേസ് സ്റ്റഡികളെ നമുക്ക് കാണുവാൻ സാധിക്കും.
അക്കാഡമിയ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജോലി മേഖലകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ ഒരു പ്രശ്നത്തിൻ്റെ പല പാരാമീറ്ററുകൾ, അതിൻ്റെ പല ഭാഗങ്ങൾ കണ്ടെത്തുവാനും എങ്ങനെയാണ് ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുവാനും അതിനെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിക്കുന്നു. കേസ് സ്റ്റഡിയിലൂടെ കടന്നു പോകും. കേസ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എന്താണ് അടുത്തതായിട്ട് പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ വ്യക്തമായി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അതിനെ മറികടക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും വ്യത്യസ്ത ആർഗ്യുമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, പല പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ആർഗ്യുമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്നു എന്നുള്ളതാണ്. കേസ് സ്റ്റഡിയിൽ പലതരം പോസിബിലിറ്റികളുണ്ട്. എന്തൊക്കെയാണ് കേസ് സ്റ്റഡിയുടെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്വഭാവങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമത്തേത് ലെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളിൽ കുറച്ചുകൂടി ഇൻറ്ററാക്റ്റീവ് ആക്കുവാനും കുറച്ചുകൂടി കുട്ടികളെ ഉൾപ്പെടുത്തുവാനും ഇൻവോൾവ് ചെയ്യിക്കുവാനും പല മേഖലകളിലും മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി റിയൽ ഓർ റിയലിസ്റ്റിക്. ഈ പറയുന്ന കഥ ശരിക്കും നടന്നിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് കേസ് സ്റ്റഡി ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവത്തിൽ നിന്ന്, ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ കേസ് സ്റ്റഡി ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള ഡേറ്റ മുഴുവൻ കൊടുത്താൽ മാത്രമേ സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ ആർക്കെങ്കിലും ഇത് കേസ് സ്റ്റഡി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് ഓൾ ദ റെലവൻറ്റ് ഡേറ്റ. അല്ലാത്ത പക്ഷം മുഴുവൻ ഡേറ്റ ഇല്ലെങ്കിൽ ദേ ഹാവ് ടു ഡു ദെയർ ഓൺ റിസർച്ച് ആൻഡ് ഫിൽ ഇൻ ദ നെസസറി ഡാറ്റ. സ്റ്റുഡൻസ് എക്സാമിൻ ഓൾ ഓർ സം ആസ്പെക്ട്സ് ഓഫ് എ പ്രോബ്ലം. അപ്പോൾ കേസ് സ്റ്റഡി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ സെയിൽസിൻ്റെ കാര്യമാണെങ്കിൽ അത് ആ ഒരൊറ്റ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമാണോ നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്താൻ നോക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഒരു കാരണത്താലാണ് മുടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ 6 കാരണങ്ങളാൽ മുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്, ഒരു കാരണത്തിനോ അല്ലെങ്കിൽ 3 കാരണത്തിന് മാത്രം സൊല്യൂഷൻ കണ്ടെത്തുകയാണ്, അതോ എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ ആർ വി ലുക്കിംഗ് അറ്റ് solving the entire issue or a part of the issue? So these are questions that we need to be clear about before actually venturing on a case study. Students can also propose solutions or simply identify the parameters of the problem. പലപ്പോഴും കേസ് സ്റ്റഡിയിൽ 2 തരത്തിലാണ്. ഒന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, സോൾവ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള നിലയിൽ എത്തിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാം. കേസ് സ്റ്റഡി ഇപ്പോൾ പലപ്പോഴും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കേസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും സൊല്യൂഷൻ്റെ ആവശ്യം ഹാസ് ഹാപ്പൻ. either somebody has found a solution or the situation has deteriorated and the situation no longer exists. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ you might not necessarily have to find a solution, but you have to think about various possibilities. അതൊക്കെയാണ് കേസ് സ്റ്റഡിയിൽ സംഭവിക്കുന്നത്. കേസ് സ്റ്റഡി ഡിസ്കഷൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് ആവശ്യത്തിന് സമയം അത് പങ്കെടുക്കുന്നവർക്ക് പാർട്ടിസിപ്പൻസിന് നൽകുക എന്നുള്ളതാണ്. ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുൻപ് വായിക്കാനുള്ള സമയം കൊടുക്കുക, റിസർച്ച് ചെയ്യാനുള്ള സമയം കൊടുക്കുക, എന്നിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തുടങ്ങുക. കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തലായിട്ട് കേസ് സ്റ്റഡി തുടങ്ങുക എന്നുള്ളതാണ്. എന്താണ് ഫോളോ ചെയ്യേണ്ട രീതി, ഗൈഡ് ലൈൻസ് എന്താണ്, എങ്ങനെയാണ് ഇത് ഓരോ സ്റ്റെപ്പിലും നിങ്ങളെങ്ങനെ പാർട്ടിസിപ്പൻസ് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നും ഇൻസ്ട്രക്ടേഴ്സ്, ഡിസ്കഷൻ ലീഡ് ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കേണ്ടതാണ്. ഗ്രൂപ്പ് വർക്കായിട്ട് അസൈൻ ചെയ്യുക. പല റോളുകൾ ഓരോരുത്തർക്കും റിസർച്ച് ചെയ്യുമ്പോൾ ഓരോ ആസ്പെക്റ്റ് വ്യത്യസ്ത ആളുകൾക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് വർക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. പാർട്ടിസിപ്പൻസിനെ കൊണ്ട് സൊല്യൂഷൻസ് പ്രസൻറ്റ് ചെയ്യിക്കുക, അതിനോടൊപ്പം തന്നെ അതിൻ്റെ റീസൺ, എന്തുകൊണ്ടാണ് ഈ സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുന്നത് എന്നുള്ളതും മുന്നോട്ട് വെപ്പിക്കുക. ഗൈഡ് ആൻഡ് പ്രോബ്ലം. അപ്പോൾ ഡിസ്കഷൻ ലീഡ് ചെയ്യുന്ന ആൾ ചെയ്യേണ്ടത് സൊല്യൂഷൻസ് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒന്നിച്ച് അങ്ങനെ എടുത്തടിച്ച് പറയാതെ അതിൽ കൂടുതൽ
effective ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് മൂവ് ചെയ്യാൻ ഗൈഡ് ചെയ്യുക. ഏതെങ്കിലും സൊല്യൂഷൻ വയബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് എന്താണ് വയബിലിറ്റി ഇല്ലാത്തത് എന്നുള്ളത് അവരെ സ്വയം ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നയാൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡു നോട്ട് ഓവർ ഡിറക്റ്റ്. ഒരു കാരണവശാലും ആവശ്യത്തിലധികം ഇൻഫർമേഷൻ പാർട്ടിസിപ്പൻസിന് കൊടുക്കേണ്ടതില്ല. അവസാനമായിട്ട് ഡിസ്കഷൻ ലീഡ് ചെയ്യുന്ന ആൾ ചെയ്യേണ്ടത് ആരൊക്കെയാണോ പ്രശ്നത്തിന് സൊല്യൂഷൻ അവതരിപ്പിച്ച ആ സൊല്യൂഷൻസ് എല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് സിന്തസൈസ് ചെയ്തുകൊണ്ട് they have to present it as present a summary of the issues that have been solutions that have been raised for the issue under discussion in the case study. So case study is a more hands-on and practical sort of kind of writing exercise. It's sometimes done orally, but case studies are also written. You have a written report for most of these case studies. So it's a more interactive and group-based sort of writing rather as compared to a movie review or some other forms of writing that we'll be talking about in the later lectures. So I will stop here for now, and the rest of the two sections of this unit I will be dealing with in a separate lecture. Thank you for listening. If you have any questions, feel free to reach out to me.